അപ്പോൾ ഇന്ന് കൂട്ടുകാരെ ഒരു കിടിലും ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. ചായക്ക് നമുക്ക് ഇത് ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങും അരിപ്പൊടിയും കൊണ്ടാണ്. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പ്, ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് കൂട്ടുകാരെ, നിങ്ങൾ എന്നും പറയുന്ന പോലെ നിങ്ങളുടെ സപ്പോർട്ട് വളരെ വിലപ്പെട്ടതാണ്. ഒന്ന് ഷെയറും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് കണ്ടല്ലോ. നമ്മൾ നല്ല ഒരു 4 ഉരുളക്കിഴങ്ങ് വേവിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം. നല്ല മാവ് പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പറഞ്ഞാൽ അരിപ്പൊടിയാണ്. ഞാനൊരു 3/4 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. ഒരു സവാള ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് തന്നെ അതിട്ട് കൊടുക്കുക. ഇനി ഒരു 2 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത്, കുറച്ച് കരിയാപ്പിലയും പൊടിയായിട്ട് അരിഞ്ഞത് അതിട്ട് കൊടുക്കുക. ഇനി ഇതിനകത്ത് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ചേർക്കാവുന്നതാണ്. നിങ്ങൾക്ക് എത്ര വേണോ അത് അത്രയും ചേർക്കുക. ഒരു നുള്ളു മഞ്ഞപ്പൊടി, ഇനി പാകത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ചെയ്യുന്ന പരിപാടി എന്ന് നമ്മൾ കൈ കൊണ്ട് തന്നെ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല, വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് ചപ്പാത്തി മാവ് കുഴക്കാൻ നടക്കണം. നല്ലോണം ഒന്ന് കുഴച്ചു. അപ്പം നമ്മളത് കുഴച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിത് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ എന്താ ചെറിയ ബോളാക്കി എടുക്കുകയാണ്. കുഞ്ഞു കുഞ്ഞ് ബോളാക്കി ഇത് ബോളോ അല്ലെങ്കിൽ വേറെ നീളത്തിലോ ഫിംഗർ ബോളൊക്കെ എടുക്കാം. ഞാൻ കണ്ടപ്പോൾ ഈ രീതിയിലാണ് മൊത്തത്തിൽ ഒന്ന് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ തന്നെ മൊത്തത്തിൽ ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പാനിൽ എണ്ണ വെച്ച് നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബോളായിട്ട് ഇട്ട് കൊടുത്ത് നമ്മൾ എണ്ണ കുറച്ചൊഴിച്ചുകൊണ്ട് നമ്മളിത് ഇടയ്ക്ക് ഇതൊന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുത്ത് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. എണ്ണ ഫുള്ളുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് മൊത്തത്തിൽ ഒന്ന് പൊരിച്ചങ്ങ് എടുത്താൽ മതി. ഞാൻ ഇപ്പം എണ്ണ കുറച്ച് മാത്രമേ എടുത്തോളൂ. ഇത് കണക്ക് നമുക്ക് ഉള്ളൊക്കെ ഒന്ന് വേവണ്ടേ, അത് കണക്ക് എല്ലാം ഒന്ന് നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പം തന്നെ എല്ലാ ഭാഗവും നമുക്ക് തന്നെ ബ്രൗൺ കളറാക്കി ഇട്ടിട്ടുണ്ട്. ഉള്ളൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് ഇതെല്ലാം ചെയ്തെടുക്കുന്നത്. എന്നാ ഇതേപോലെ തന്നെ ബാക്കിയും കൂടെ നമുക്കൊന്ന് ചെയ്തെടുക്കാം. നമ്മൾ തന്നെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ. അതിനകത്ത് നമുക്ക് ചമ്മന്തിയോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസോ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ്. സോസ് ഒഴിവാക്കുന്നതാണ് നല്ലത്. നിങ്ങൾ നല്ല മുളക് ചമ്മന്തി എടുത്തിട്ട് ഇങ്ങനെ മുക്കി അങ്ങോട്ട് എടുത്ത് അങ്ങോട്ട് കഴിച്ചാൽ ഓക്കെ, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നുപോലെ കൂട്ടുകാരെ. ഇതേപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം.